വാവക്കുട്ടൻ്റെ വെക്കേഷൻ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടേ. അപ്പോഴത്തേക്ക് വാവക്കുട്ടൻ പറഞ്ഞ് അമ്മ നമുക്ക് പുറത്തോട്ട് എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞിരിക്കുന്ന നേരത്തായിരുന്നു. ഇപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു വാവയുടെ ചുണ്ടൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി പൊട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് MOTയിൽ വന്നു. MOT ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്ക് വാവക്കുട്ടൻ സ്ഥിരം പറയുന്ന KFCയുടെ തന്തൂരി ചിക്കൻ റോൾ കഴിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ വന്ന് ഫുഡെല്ലാം ഓർഡർ ചെയ്തപ്പോഴത്തേക്കാണ് ആളുടെ മുഖത്തൊക്കെ ഒരു സന്തോഷം വന്നത്. പിന്നെ ഞങ്ങൾ ആ ഫുഡൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ച് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. എന്നിട്ട് അതുവഴി പ്ലയാസൊക്കെ ഒന്ന് പോയി നോക്കി. അതുവഴി അങ്ങനെ നടന്നു പോയപ്പോഴത്തേക്കും കുറേ സ്കൂൾ അടച്ചിട്ടില്ല എന്ന് തോന്നുന്നു ആ കുട്ടികൾക്ക്, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് കുട്ടികളങ്ങനെ ക്യൂ ഒക്കെ നിന്ന് ഓരോ റൈഡ്സിലൊക്കെ കയറാനായിട്ടുള്ള വെയിറ്റിംഗ് ആണെന്ന് മനസ്സിലായി. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം ആ ലൈറ്റ്സൊക്കെ കണ്ട് നിന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ വന്നപ്പോൾ താഴെ ഒരു സ്റ്റാളുണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റാളൊന്ന് കാണണമെന്നും പറഞ്ഞിട്ട് ഞാനും വാവക്കുട്ടനും പിന്നെ താഴത്തെ ഫ്ലോറിലോട്ട് പോയി. ഇവിടെ ഒരുപാട് ഓർഗനൈസറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഫ്രണ്ടിലോട്ട് പോയപ്പോഴത്തേക്ക് ക്യാൻഡിൽസൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ് വാവക്കുട്ടന്. അങ്ങനെ ക്യാൻഡിൽ സെക്ഷൻ കണ്ടപ്പോഴത്തേക്ക് അവിടുത്തെ ചേച്ചിയുമായിട്ട് സംസാരിച്ച് ഒരുപാട് ക്യാൻഡിൽസിനെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. നല്ല സ്മെല്ലുള്ള നല്ല ക്യാൻഡിൽസ് ആയിരുന്നു. ആ ചേച്ചി പറയുന്നുണ്ടായിരുന്നു ഈവനിങ് ടൈമിലൊക്കെ ഇത് കത്തിച്ച് വെച്ചാൽ നല്ല മണമായിരിക്കുമെന്ന്. അപ്പോൾ എനിക്ക് ഒരെണ്ണം വാങ്ങണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു ഒരു കുഞ്ഞ് ക്യാൻഡിൽ വാങ്ങാമെന്ന് പറഞ്ഞപ്പം 299 ക്യാൻഡിൽ വേണമെന്ന്. അതോടെ ഞാൻ പറഞ്ഞു മതി, ക്യാൻഡിൽ വാങ്ങണ്ടെന്ന്. ഒരു സൈഡിൽ കുറച്ച് കുർത്തയുടെ കളക്ഷൻസും സാരിയുടെ കളക്ഷൻസും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു സൈഡിൽ കുറച്ച് സ്കിൻ കെയർ പ്രോഡക്ട്സും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് വിഷുവാണ് വരാൻ പോകുന്നത്. അപ്പോൾ വിഷുവിന് സാരിക്കും സൽവാറിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള നെക്ലസ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു. മാങ്ങാമാല, നാഗപടമാല, പാലയ്ക്കമാല അങ്ങനെ തുടങ്ങി നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള നെക്ലസിൻ്റെ ഒരു നല്ല കളക്ഷൻ തന്നെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇന്ന് തന്നെ പോകുന്നതായിരിക്കും നല്ലത്. നാളെയും കൂടെ ഉണ്ടാവുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അതുപോലെ ബാംഗിൾസ് ആണെങ്കിലും സിമ്പിളായിട്ടുള്ള ബാംഗിൾസും ഉണ്ട്, പേഴ്സിൻ്റെ ബാംഗിൾസ്, അങ്ങനെ ഒത്തിരി ബാംഗിൾസും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫിംഗർ റിങ്സും ഉണ്ടായിരുന്നു. ആ കാണുന്ന പെൻഡൻറ്റ് ശ്രീകൃഷ്ണൻ്റെ പെൻഡൻ്റാണ്. അത് ഭയങ്കര ഭംഗിയുള്ള പെൻഡൻ്റായിരുന്നു കേട്ടോ കാണാൻ. അമ്മമാർക്കൊക്കെ പറ്റിയ മാലകളും അവിടെ അവൈലബിളാണ്. പിന്നെ ഇവിടെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് കൂടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇവിടെ കുറച്ച് കളർഫുള്ളായിട്ടുള്ള ബാഗ്സും വാലറ്റ്സും ഒക്കെ ആയിരുന്നേ. അപ്പം എൻ്റെ മോൻ അതൊക്കെ എടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റ് പീസസ് ആണ് ഉള്ളത് കൂടുതലായിട്ടും. വെസ്റ്റേൺ വെയറിനൊക്കെ പറ്റിയ ബ്രേസ്ലെറ്റ്സും ഒക്കെയാണേ. ഈ സൈഡിൽ വന്നിട്ട് നല്ല ക്യൂട്ട് പ്രിൻ്റഡ് ആയിട്ടുള്ള ഷർട്ട്സ് ആയിരുന്നു. ഷർട്ടും ട്രൗസറും അങ്ങനെ എന്തോ സെറ്റാണ് കേട്ടോ. അവിടെ ഒരുപാട് ഹോം മെയ്ഡ് കേക്ക്സും അവൈലബിളാണ്. അതിൽ ഞങ്ങൾ വാനില കേക്ക് വാങ്ങിയായിരുന്നു ഗൈസ്. വളരെ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു സ്റ്റാളിലെ വിശേഷങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മാളിൽ തന്നെയുള്ള രാമചന്ദ്രൻസിൽ കൂടെ പോയിരുന്നു. അതിൻ്റെ വീഡിയോ അടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്യാം ഗൈസ്.